നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറയുന്നത് വെള്ളമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളുടെ പല വീടുകളിലും വെള്ളം പൊല്യൂട്ടഡ് ആണ്. എന്നാൽ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു നല്ല പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. കംപ്ലീറ്റ് വെള്ളത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ഹായ്, ഞാൻ ജിൻസ്. വെൽക്കം ടു ജിൻസ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഉള്ളത് ശരത്തേട്ടനും സുധീഷേട്ടനാണ്. ചേട്ടാ ഹായ്. ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് പറയാൻ പോകുന്നത് വെള്ളം പ്യൂരിഫിക്കേഷനെ പറ്റിയിട്ടാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ വെള്ളം പ്യൂരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഏത് ഫിൽട്ടർ യൂണിറ്റ് വെക്കണം എന്നുള്ളത് സാധാരണ തീരുമാനിക്കുന്നത്. അപ്പോൾ പ്യൂരിഫയർ ആണെങ്കിൽ തന്നെ പല ഫിൽട്രേഷൻ മെത്തേഡുകളുണ്ട്. ഇപ്പോൾ RO, UV, UF അങ്ങനെ പല പ്രൊഡക്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പൈസക്ക് ഏതെങ്കിലും ഒരു ഫിൽറ്റർ വാങ്ങി വെക്കല്ല വേണ്ടത്, മറിച്ച് നമ്മളുടെ വീട്ടിലത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു റിസൾട്ട് പ്രകാരമാണ് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ്? നമ്മൾ സാധാരണ വെള്ളം ഇപ്പോൾ നമുക്ക് കൂടുതൽ എൻക്വയറീസും വീട്ടിലേക്ക് മൊത്തം വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന യൂണിറ്റുകൾ ഹോൾ ഹൗസ് സിസ്റ്റംസ് ആണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിനാണ് കൂടുതൽ എൻക്വയറീസും ഉള്ളത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട് പ്രകാരമാണ് നമ്മൾ വീട്ടിലേക്ക് വേണ്ട ഒരു ഫിൽട്ടർ യൂണിറ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഓരോ വീടുകളിലേക്കും ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും, അതിൽ ഉപയോഗിക്കുന്ന ഫിൽട്ടർ മീഡിയ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫിൽട്ടർ യൂണിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. നോക്കാം. അപ്പോഴേ ഈ ഫിൽട്ടറായ വെള്ളം ഒന്ന് എടുത്ത് കാണിച്ചു തരുമോ? ഇതാണ് ഔട്ട്ലെറ്റ് വരുന്നത്. ഓക്കെ, ഫിൽട്ടറായ വെള്ളം ഇവിടെ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ഫിൽട്ടറായി വരുന്ന വെള്ളം. നമുക്ക് ഫിൽട്ടർ ആവാത്ത വെള്ളം, ഫിൽട്ടർ ആയ വെള്ളം കാണിച്ചു തരാമെന്ന് ഒന്ന് കാണിച്ചു തന്നെ. ഇതാണ് ഇവിടുത്തെ ഫിൽട്ടർ ആവാത്ത ടാങ്കിലത്തെ വെള്ളത്തിന്റെ. ഓക്കെ, ഇത് നമുക്കിപ്പോൾ ഫിൽട്ടർ ചെയ്ത് നമ്മൾ നാട്ടെടുത്തൂല ആ വെള്ളമാണത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഇതിപ്പോ നമ്മൾ ചാലക്കുടിയിലെ ഒന്നാണ്. ഇവിടെ ഈ വീട്ടിൽ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മൾട്ടിമീഡിയ അയൺ റിമൂവൽ സിസ്റ്റം ആണ്. അയൺ റിമൂവൽ സിസ്റ്റം. വെള്ളത്തിൽ അയൺ കണ്ടന്റ് ആണ് കൂടുതലാണ്, ടർബിഡിറ്റിയും കൂടുതലാണ്. ടർബിഡിറ്റി കൂടുതലാണ് ഇവിടെ. അതുകൊണ്ടാണ് അയൺ റിമൂവൽ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത്. ഇത് നമ്മൾ ഇവിടുത്തെ വെള്ളം നമ്മൾ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ റിസൾട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യല്ല, ലാബിൽ കൊടുത്ത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് വെച്ചാൽ മതി എന്നുള്ള ഡിസിഷനിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ ഇത് ഈ അയണുള്ള പ്രശ്നം റിമൂവ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പല മെത്തേഡുകളുണ്ട്. അതിലൊരു മെത്തേഡ് ഇവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു മെത്തേഡാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഓക്കെ, നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഫിൽട്ടർ സിസ്റ്റംസ് റഫിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 18,000 രൂപ തൊട്ട് മാനുവൽ ഫിൽട്ടറുകളാണെങ്കിൽ ഒരു 95,000 റേഞ്ചിലുണ്ട്. അങ്ങനത്തെ പല ഫിൽട്രേഷൻ യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതിലേത് പ്രൊഡക്റ്റ്, ഏത് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വെച്ചിട്ടാണ് കംപ്ലീറ്റ് പരിപാടി. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിലിപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഈ ഫിൽട്ടർ വെച്ചത്. ഇവർക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നത് വേറെ ടാങ്കിലേക്ക് അടിച്ച് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു പമ്പ് വെച്ച് ഫിൽട്ടർ ചെയ്ത് മുകളിലേക്ക് ഫിൽട്ടർ ചെയ്ത് വിടാം. അങ്ങനെ ഒരു മെത്തേഡ് കൂടി ഇവിടെ ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് കൂടും. മിനിമം ഒരു 2 സ്റ്റേജുള്ള ഫിൽട്രേഷൻ വേണം, ഒരു അഡീഷണൽ മോട്ടർ വാങ്ങണം, പിന്നെ ഒരു ടാങ്ക് അഡീഷണൽ വാങ്ങണം. അപ്പോൾ ഇത് തമ്മിൽ ഇവിടെ വെക്കാനുള്ള സ്പേസ്, തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള പ്ലംബിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് കൂടും. അപ്പോൾ അത് അഫോർഡബിൾ, ഈ വീട്ടുകാർക്ക് അഫോർഡബിൾ അല്ലാത്ത കാരണം നമ്മൾ ഈ ഒരു മെത്തേഡ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലേക്ക് ഓരോ രീതിക്കാണ് ഫിൽട്രേഷൻ ചെയ്യാം. ഇനി നമ്മളെ ഇപ്പോൾ ഫിൽട്ടർ വെക്കുന്ന സമയത്ത് കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് വരുമ്പോഴാണോ വെക്കേണ്ടത്, അതോ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചെയ്യണതിൽ ഒരു 3 മെത്തേഡ് ഉണ്ട് ഫിൽട്രേഷൻ. മേജറായിട്ട് 3 രീതിക്കാണ് വീടുകളിലേക്കുള്ള ഫിൽട്രേഷൻ ചെയ്യുക. ഒന്ന് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈനിലേക്ക് വെക്കണത്, പിന്നെ പമ്പ് ചെയ്യുന്ന ലൈനിലേക്ക് വെക്കുന്ന ഫിൽട്ടർ യൂണിറ്റുകളുണ്ട്, പിന്നെ സെഡിമെന്റേഷൻ ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യുക. അത് വേറൊരു ടാങ്കിൽ അടിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ക്ലോറിനും ആലവും കൊടുത്ത് സെറ്റിൽ ചെയ്യിപ്പിച്ച് അതിന് ശേഷം ഫിൽട്ടർ ചെയ്യേണ്ട മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇത് 3 രീതിക്കാണ്. 3 രീതിക്കുള്ള എക്സ്പെൻസും കാര്യങ്ങളും വരാം. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഈ ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം. പമ്പ് ചെയ്യുന്ന ലൈനിലേക്ക് ഫിൽട്ടർ യൂണിറ്റ് വെക്കാം. വെള്ളത്തിന് പൊതുവെ അത്ര വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പമ്പ് ചെയ്യുന്ന ലൈനിലേക്ക് ഫിൽട്ടർ യൂണിറ്റ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു ഫിൽട്ടർ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ? ഈ വെസൽ ഫിൽട്രേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാമെന്ന് നമ്മൾ പ്രോമിസ് ചെയ്യാറില്ല ആരോടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ വെസൽ ഫിൽട്രേഷനൊക്കെ മാക്സിമം ഫിൽട്രേഷൻ
ഇപ്പോൾ ഏറ്റവും വില കൂടിയ മീഡിയ ഉപയോഗിച്ചാൽ പോലും 5 മൈക്രോൺ തൊട്ട് ചിലതൊക്കെ 1 മൈക്രോണൊക്കെ പ്രോമിസ് ചെയ്യുന്ന ഫിൽട്ടർ മീഡിയകളുണ്ട്. എങ്കിലും ഒരു റഫ്ലി 5 മൈക്രോൺ വരെയൊക്കെ മാക്സിമം ഫിൽട്രേഷൻ കിട്ടുള്ളൂ മാക്സിമം. അപ്പോൾ ഈ ബാക്ടീരിയയുടെ ഒക്കെ സൈസ് എന്ന് പറഞ്ഞാൽ അതിൽ വളരെ മൈന്യൂട്ടായിരിക്കും. 0.1 മൈക്രോണ് താഴെ വലുപ്പത്തിലായിരിക്കും ബാക്ടീരിയ ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇൻ കേസ് ഈ ഫിൽട്ടറേക്ക് വരുന്ന വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫിൽട്ടർ ഔട്ടായിട്ട് വരുന്ന വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ടീരിയ കംപ്ലീറ്റ് വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഉള്ള പോലെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക. പ്യൂരിഫയർ വാങ്ങിക്കാൻ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് കുടിക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഈ ഫിൽട്രേഷൻ ഉണ്ടെങ്കിലും ഉള്ളിലൊരു പ്യൂരിഫയർ മസ്റ്റായിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് വെച്ചതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫിൽട്ടർ ഔട്ട് എടുത്ത് കുടിക്കുക എന്നുള്ളത്. നമുക്ക് എപ്പോഴാണ് ബാക്ടീരിയ ഉണ്ടാവുക എന്നുള്ളത്, ഇൻപുട്ട് വെള്ളത്തിൽ എപ്പോഴാണ് ബാക്ടീരിയ ഉണ്ടാവുക. നമ്മൾ ക്ലോറിനേഷൻ ചെയ്തിട്ടാണ് വിടുന്നതെങ്കിലും ചിലപ്പോൾ ലൈനിലൊക്കെ ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിരിക്കും. ഈ പോണ പൈപ്പുകളിലൊക്കെ ചിലപ്പോൾ ബാക്ടീരിയ ഉണ്ടാവും. അപ്പം അങ്ങനെ പല സ്ഥലത്തു നിന്ന് കണ്ടാമിനേഷൻ വരാം. എല്ലാ വീടുകളിലും ഇതുപോലത്തെ ഈ വലിയ ഫിൽറ്ററുകൾ വെക്കണോ? എല്ലാ വീടുകളിലേക്കും നിർബന്ധമില്ല. ഇപ്പോൾ വെള്ളത്തിൽ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഈ ഫിൽറ്റർ ഇല്ലെങ്കിൽ ഉണ്ടാവാൻ പോണ കാര്യം പറഞ്ഞാൽ വെള്ളത്തിൽ സാനിറ്ററീസൊക്കെ യെല്ലോ കളറാവും. ക്ലോസറ്റ് അങ്ങനത്തെ യെല്ലോ കളറൊക്കെ ആകും. ടൈലൊക്കെ കളർ മാറും. ഇവര് ഡ്രസ്സ് കഴുകുമ്പോൾ മഞ്ഞ കളറിലേക്ക് കളർ പിടിച്ച പോലെ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഇവിടെ അയൺ ഉള്ളത് കൊണ്ടാണ് വെച്ച്. ഇപ്പൊ ചില സ്ഥലത്ത് വെള്ളം ടാങ്കിലേക്ക് ഇപ്പോൾ സെഡിമെന്റ്സ് പോകുന്നുണ്ടാവും, പൊടിയും കാര്യങ്ങളും പോകുന്നുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് സെഡിമെന്റ് ഫിൽറ്ററുകൾ വെക്കാം. ഇനിയിപ്പോൾ ചില സ്ഥലങ്ങളിൽ ക്ലോറിൻ വെള്ളത്തിൽ ക്ലോറിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കാർബൺ ഫിൽറ്റർ വയ്ക്കാം, ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ വയ്ക്കാം. അപ്പോൾ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ഹോൾ ഹൗസ് ഫിൽറ്റർ വെച്ചാൽ മതി. പിന്നെ പുതിയ വീടുകൾ പണിയണവർ അഡ്വാൻസ് ചെയ്തിട്ട് ഒന്ന് ഫിൽറ്റർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെക്കുന്നവരുണ്ട്. ജനറലി എല്ലായിടത്തും ആവശ്യമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫിൽറ്ററുകൾ അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് എങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? നിങ്ങളെപ്പോഴും ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും വിലയുടെ അടിസ്ഥാനത്തിൽ ചൂസ് ചെയ്യരുത്. അപ്പോൾ വില മാത്രം നോക്കിയിട്ട് ഇപ്പം നമ്മള് ഞങ്ങളെ കോൺടാക്ട് ചെയ്തു, നമ്മുടെ കയ്യിൽ ഒരു 18,000 രൂപയുടെ ഫിൽറ്റർ ഉണ്ട്, എൻ്റെ കയ്യിൽ അത്രേ ബഡ്ജറ്റുള്ളൂ എന്ന് വെച്ചിട്ട് അത് വാങ്ങിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നം ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആ ഫിൽറ്ററിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമായിരിക്കും നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറയുന്ന പോലെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് പ്രകാരം ഉള്ളൊരു ഫിൽറ്റർ സെലക്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഫിൽറ്റർ വെച്ചു, അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഇങ്ങനെ ഫിൽറ്റർ വെച്ച് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് അങ്ങനത്തെ എൻക്വയറീസ് വരാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒക്കെ വെച്ച് പോകും, പിന്നെ അത് വർക്ക് ചെയ്യാണ്ടാകുമ്പോൾ സർവീസ് കിട്ടാകുമ്പോൾ ഞങ്ങൾ പോയി സർവീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഫിൽറ്റർ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളിൽ നിന്ന് തന്നെ വാങ്ങിച്ച് വെക്കുക. അത് മെയിൻ കാര്യം ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡായ ഹൈഡ്രോ പ്രോ എങ്ങനെയാണ് യുണീക്കായിട്ട് നിൽക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏത് കസ്റ്റമേഴ്സിനോട് ഒരു ഫിൽറ്റർ വെക്കണം എന്ന് പറയുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ടെസ്റ്റ് റിസൾട്ടിനെ അനുസരിച്ച് മാത്രമേ ഒരു ഫിൽറ്റർ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഏത് ഫിൽറ്റർ വെക്കുകയാണെങ്കിലും ഇപ്പോൾ ഈ ഫിൽറ്റർ ഇത് മൾട്ടിമീഡിയ ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ട്, അത് എത്ര അളവിൽ ഉപയോഗിച്ചിട്ടുണ്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ ഫിൽറ്റർ മീഡിയ ആണ്, അതിൻ്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ അത് പ്രകാരമാണ് ഈ ഫിൽറ്ററിൻ്റെ ലൈഫ് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ബാക്ക് വാഷ് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ സിസ്റ്റം ചെയ്യാറുള്ളൂ. അതല്ലാതെ നമ്മൾ പ്രൈസിൻ്റെ കാറ്റഗറി മാത്രം, അതായത് പ്രൈസ് മാത്രം നോക്കിയിട്ട് ഒരിക്കലും ഒരു പ്രൊജക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് നല്ല ക്ലയൻസിന് വേണം, അതുപോലെ ക്ലയൻസിന് നല്ല പ്രൊഡക്റ്റും കിട്ടണം. ആ ഒരു രീതിക്കാണ് ചെയ്യാറ്. പിന്നെ നമ്മളിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലും, അതായത് ഈ ബാക്ക് വാഷ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൽ പെൻഡെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റം യൂസ് ചെയ്യണത്. ഇപ്പോൾ ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുമോ? അത് നോക്കാം. നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റംസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൽ കുറച്ച് വാൽവുകൾ കാണാം. അതിൽ ഇൻലെറ്റ് ഔട്ട്ലെറ്റ്, ഇനി ഇപ്പോൾ ഈ ഫിൽറ്ററിനെ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ ബൈപ്പാസ് വാൽവ്, അതൊക്കെ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലായിടത്തും ചെയ്യണതാണ്. ഓക്കെ. ഇനി ഒരു ഡൗട്ട്, നമ്മൾ ഈ വീട് പണിതതിന് ശേഷമാണോ ഫിൽറ്റർ വെക്കേണ്ടത്, അതോ വീട് പണിക്ക് മുമ്പ് തന്നെ ചൂസ് ചെയ്യണോ? അതെങ്ങനെയാണ്? അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പണിയാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ എപ്പോഴും ഇപ്പം തന്നെ വെള്ളം ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട് പ്രകാരം ഉള്ള ഫിൽറ്റർ വെക്കാനുള്ള ആരെങ്കിലും ഇപ്പോൾ ഞങ്ങളെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് എത്ര രൂപ ഫിൽറ്ററിന് ബഡ്ജറ്റ് വരുന്നു അറിയാൻ പറ്റും. അപ്പോൾ ആ പ്രശ്നം അതിനനുസരിച്ചുള്ള ആ ഫിൽറ്ററിനുള്ള ബഡ്ജറ്റ് നിങ്ങൾ ഓൾറെഡി വീട് പണിയണതിൻ്റെ ബഡ്ജറ്റിൻ്റെ കൂടെ കണ്ടുവെക്കണം. ഇത് ഫിൽറ്റർ വീട് പണിത് കഴിഞ്ഞ് ഫിൽറ്റർ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ വീട് പണിത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ വെച്ചത്. ഇപ്പോൾ ഇവിടെ പ്ലംബിങ് കുറച്ച് നമ്മൾ
നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങൾ വീട് പണിയണ സമയത്തായിരുന്നു എന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് പ്ലംബിംഗ് ഒക്കെ ഓൾറെഡി അവിടെ വർക്ക് നടക്കുന്ന പ്ലംബറെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കായിരുന്നു. ഇതിപ്പോ ഇങ്ങനത്തെ ആയതുകൊണ്ട് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ടാങ്ക് ഒക്കെ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അപ്പൊ ഇപ്പൊ പുറത്തൊക്കെ ടാങ്ക് വെക്കാന്ന് പറഞ്ഞ കുറച്ച് വൃത്തിയുടെ ഒരു സ്പേസ് പോവും. അപ്പോൾ വെള്ളം വളരെ മോശമാണ്, നിങ്ങൾക്ക് ആ സ്ഥലത്ത് വീട് തന്നെ വെക്കും വേണം. അപ്പോൾ അങ്ങനത്തെ കേസിലാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സമ്പ് പണിയാന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ താന്നെടുക്കുന്ന ടാങ്ക് വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ കൂടെ പണിതിടാം. അപ്പോൾ നമുക്ക് ഈ പുറത്ത് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ടാങ്കുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വീട് പണിയാനായിട്ട് മുമ്പ് എപ്പോഴും ഈ ഫിൽട്രേഷൻ സിസ്റ്റത്തിനുള്ളൊരു ബഡ്ജറ്റും കൂടി എപ്പോഴും നിങ്ങൾ കണ്ടുവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലൊരു ഫിൽട്രേഷൻ സിസ്റ്റം ഇനി പുതിയ വീട് പണിയുന്ന സമയത്ത് അവർ വെള്ളമൊന്നും ടെസ്റ്റ് ചെയ്യാതെ വെച്ചില്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവാം? ഇപ്പോൾ വെള്ളത്തിന് ഇപ്പോൾ പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രശ്നം വെള്ളത്തിൽ ഹാർഡ്നെസ്സോ അല്ലെങ്കിൽ അയണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു വീടായിരുന്നു വിചാരിക്കുക ഇപ്പോൾ പറഞ്ഞത് ഈ പറഞ്ഞ സിറ്റുവേഷൻ. അപ്പോൾ അവിടെ ഉണ്ടാവുന്നപ്പോൾ ഈ കസ്റ്റമർ വളരെ എക്സ്പെൻസീവ് അല്ലെങ്കിൽ സാനിറ്ററീസ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ ഇപ്പോൾ എക്സാമ്പിൾ ബോർവെൽ വെള്ളമൊക്കെയാണ്, ഹാർഡ്നെസ് ഉള്ള വെള്ളമാണെങ്കിൽ ഈ വെള്ളം വരുമ്പോൾ അതുമേ സ്കെയിലിംഗ് വരാം. ഈ സാനിറ്ററീസിനൊക്കെ വൈറ്റ് കളർ സ്കെയിലിംഗ് വരാം. അയണുള്ള വെള്ളമാണെങ്കിൽ ഇതൊക്കെ കളർ മങ്ങും, യെല്ലോ കളർ ഒക്കെ ആവും. അപ്പോൾ നമ്മൾ അത്രയും എങ്ങനെ പോയാലും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത്രയും സാധനങ്ങളൊക്കെ ഡാമേജ്, അതിൻ്റെ ഷൈനിങ് ഒക്കെ പോയി ഡാമേജ് ആവും. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു 2-3 വർഷത്തിനുള്ളിൽ തീരെ ക്ലീൻ ചെയ്താലും റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഫിൽട്ടർ യൂണിറ്റിൽ ലാഭിക്കാൻ നോക്കുന്ന പ്രൈസ് നിങ്ങൾക്ക് എന്തായാലും അത് മാന്നാൽ ചിലവാക്കേണ്ടി വരും. അപ്പോൾ വീട് പണിയുമ്പോൾ തന്നെ നമ്മളുടെ വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു 95% സ്ഥലങ്ങളിലും കേരളത്തിലെ എല്ലായിടത്തും ഒരു തരത്തിലെയും മറ്റേ തരത്തിൽ പൊല്യൂട്ടഡ് ആണ്. ഇപ്പോൾ വെള്ളത്തിന് ഇപ്പോൾ കാണുമ്പോഴുള്ള പ്രശ്നങ്ങളില്ലെങ്കിലും ഇപ്പോൾ വെള്ളം നോക്കി ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ ബാക്ടീരിയ, കോളിഫോം ബാക്ടീരിയ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ചില ബോർവെല്ലിൻ്റെ സാമ്പിൾ എടുക്കുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം പൊല്യൂട്ടഡ് ആണ്. അത് ഗവൺമെൻറ്റും സംവിധാനങ്ങളും ടെസ്റ്റ് ചെയ്ത് നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാ സ്ഥലത്തും ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ വെള്ളം കാണാൻ ക്ലിയർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നല്ല വെള്ളം ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എപ്പോഴും വെള്ളം ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്, അതെപ്പോഴും ചെയ്യണം. വെള്ളം കാണാൻ ക്ലിയർ ആയതുകൊണ്ട് മാത്രം ടെസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റ് കുടിക്കുക എന്നുള്ള രീതിക്ക് എത്തരുത്. അപ്പോഴേ നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് വാൽവ്സ് കാണാനുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇത് ഈ കറുത്ത വാൽവ് ആണ് മൾട്ടിപോർട്ട് വാൽവ് എന്ന് പറയാം. ഇത് ഈ ഫിൽറ്ററിന്റെ മെയിൻ വാൽവ്. മൾട്ടിപോർട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, അതായത് ഫിൽറ്റർ, ബാക്ക് വാഷ്, റിൻസ്. അപ്പോൾ ഇത് ക്ലീനിങ് ഒക്കെ ചെയ്യണത് ഈ വാൽവ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇവിടെ കാണുന്നത് ഇൻലെറ്റ്, ഫിൽറ്റർ ഇൻലെറ്റ് വാൽവ് ഉണ്ട്. പിന്നെ ഈ ഫിൽറ്ററിനെ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ അതിനുള്ള വാൽവുണ്ട്. ഫിൽറ്ററിന്റെ ഔട്ട്ലെറ്റിലൊരു വാൽവുണ്ട്. പിന്നെ പമ്പ് ചെയ്യുന്ന, അതായത് ഈ ഫിൽറ്റർ മോട്ടർ ഉപയോഗിച്ചിട്ടും ക്ലീനിങ് ചെയ്യാം, പമ്പ് ഉപയോഗിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള 2 വാൽവ് ഉണ്ട്. അപ്പോൾ ഇത്രയും വാൽവുകൾ നമ്മുടെ പ്ലംബിങ് ചെയ്യുമ്പോൾ തന്നെ വരും. പിന്നെ ഇവിടെ ടെസ്റ്റ് വാൽവ് ഉണ്ട്. ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ ഫിൽട്ടർ ആയ വെള്ളം നമുക്ക് എടുത്തു നോക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിൽട്ടർ ആയി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് വാൽവ് ഉണ്ട്. നമുക്ക് ലാബിലൊക്കെ ഫിൽട്ടർ ആയ വെള്ളം ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ ഇതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യാം? നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യണത് കാണിക്കാം. അപ്പോൾ ഈ ഫിൽറ്റർ ബാക്ക് വാഷ് ചെയ്യാൻ ടാങ്കിത്തെ വെള്ളം വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒന്ന് ബാക്ക് വാഷ് ചെയ്ത് നോക്കാം. ഓക്കെ ശരി. അപ്പോൾ അതിന് ഇവിടെ ഔട്ട്ലെറ്റ് വാൽവ് ആദ്യം ക്ലോസ് ചെയ്യണം. പിന്നെ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഫിൽറ്റർ എന്നുള്ളത് ഇത് പ്രസ് ചെയ്തിട്ട് ബാക്ക് വാഷ് പൊസിഷനിലേക്ക് ഇട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ഇൻലെറ്റ് വാൽവ് ഇത് ഗ്രാജുവലി പതുക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അടി കൂടെ ക്ലീനായി വെള്ളം പോകും. ആദ്യം വരുന്ന വെള്ളം ക്ലിയർ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇത് ചെളി കയറിയിട്ടുള്ള ചെളി പുറത്തേക്ക് വരും. ഫിൽട്രേഷനുമായി ബന്ധപ്പെട്ട് കുറേ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളിലേക്ക് കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് അവർന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഈ ഒരു ഹൈഡ്രോ പ്രോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ് ശരത്തേട്ടനും സുധീഷേട്ടനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു വാട്ടർ പ്യൂരിഫയറിങ് സിസ്റ്റം നമുക്ക് റെഡിയാക്കി അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്ത് തരാനായിട്ട് ശരത്തേട്ടന് സാധിക്കും. നമ്മൾ ഈ വെസൽ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ പ്യൂരിഫയറുകളുടെ
ഇമ്പോർട്ടൻസ്. ഇത് ഒരുപാട് പ്യൂരിഫയറുകൾ ഉണ്ടല്ലേ? അതെ. ഇപ്പോൾ ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ 6 UV സിസ്റ്റം ആണ്. ഇതിന്റെ തന്നെ വേറെ മോഡലാണ് UV UF ഉള്ള മോഡലാണ്. അപ്പോൾ UV UF RO ടെക്നോളജി കമ്പൈൻ ചെയ്തിട്ടുള്ള പ്യൂരിഫയറുകൾ പല മോഡലിൽ പല ഇതിന്റെ അകത്തുള്ളതൊന്ന് കാണിച്ചു. ഇതിൻ്റെ ഉള്ളപ്പോൾ നോർമലി ഉണ്ടാവുക ബേസിക് വാട്ടർ പ്യൂരിഫയറിൻ്റെ ഉള്ളതുപോലെ പ്രീ കാർബൺ സെഡിമെന്റ് RO മെമ്പറൈൻ. ഇത് RO സിസ്റ്റം ആയതുകൊണ്ട് RO മെമ്പറൈൻ ആണ്. UV UF ഫിൽറ്റർ ആണെങ്കിൽ ഇനി പകരം UV UF ആണ് ഉണ്ടായിരിക്കുക. പിന്നെ ഒരു പോസ്റ്റ് കാർബൺ, അത് കോപ്പർ കൂടി ഉള്ളതാണ്. പിന്നെ ഇതിന് ടാങ്കിൽ ഒരു UV വരുന്നുണ്ട്. UV എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ട്. അത് ഓരോ മോഡലിനനുസരിച്ച് ഇതിന്റെ ഈ ഫിൽറ്ററുകളുടെ എണ്ണത്തിൽ ചിലതിൽ UV ചേമ്പർ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കും. അതിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഈ ബ്രാൻഡിൽ ഇങ്ങനെയാണ് വരുന്നത്. നിറയ്ക്കുന്ന മീഡിയംസ് ഒന്ന് കാണിച്ചു തരും. ഇതിലിപ്പോ ഒരു 6 മീഡിയ ആണ്. ഇത് കൂടാതെ വേറെ മീഡിയകൾ അവൈലബിൾ ആണ്. ഇതിപ്പോ കാറ്റ്ലോസ് എന്ന് പറഞ്ഞ ഒരു മീഡിയ ആണ്. ഇത് CO സൈഫ് എന്ന് പറഞ്ഞ ഒരു സെഡിമെന്റ് മീഡിയ ആണ്. ഇത് സാൻഡ് 2 ഗ്രേഡ് ഉള്ളത്. ഇത് ആക്ടിവേറ്റഡ് കാർബൺ. ഇത് സോഫ്റ്റ്നർ, വെള്ളം കട്ടി കുറയ്ക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്നർ റെസിനാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് അതില് മീഡിയ ഫില്ല് ചെയ്യണത്. പക്ഷെ അതില് എല്ലാ സ്ഥലത്തേക്കും ഒരേ മീഡിയ ആയിരിക്കില്ല. അതില് ചിലതില് ഇപ്പൊ സോഫ്റ്റ്നർ ഒക്കെ ആണെന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടൊരു ഫിൽറ്റർ ആണ് ചെയ്യുക. ഇത് വേറെ മീഡിയയുടെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കില്ല. അപ്പൊ അതിനകത്ത് പറഞ്ഞില്ലേ, ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിൽ ഏത് മീഡിയ എത്ര ക്വാണ്ടിറ്റി എത്ര വലിപ്പത്തിലുള്ള ഈ ഫിൽറ്റർ, ഈ വെസലും പല വലിപ്പത്തിലുണ്ട്, എത്ര വലിപ്പത്തിലുള്ള ഫിൽറ്ററിൽ നിറയ്ക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് റിസൾട്ടിനും കൺസപ്ഷനും അവിടുത്തെ പമ്പിന്റെ ഫ്ലോ റേറ്റിനൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഈ പ്യൂരിഫയറിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എങ്ങനെയാണ്? ഇതൊരു പ്യൂരിഫയർ ആണ്. ഇതൊരു 3 സ്റ്റേജ് സെഡിമെന്റ് ഫിൽറ്റർ ആണ്. ബാക്ടീരിയ ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ ഇതില് ഒരു സെഡിമെന്റ് 2 കാർബൺ ആണ് വരിക. ഇതൊക്കെ ആണെങ്കിൽ ഒരു 2500 രൂപ തൊട്ട് സ്റ്റോറേജ് ഇല്ലാത്ത മോഡല് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് 15 ലിറ്റർ വരെയുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 15,000 റേഞ്ചിൽ പ്യൂരിഫയറുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ SS സ്റ്റോറേജ് ഉള്ള പ്യൂരിഫയറുകളും ഉണ്ട്. കുറച്ച് ബഡ്ജറ്റ് കൂടും. ഈ ഫ്രാഞ്ചൈസിയുടെ കാര്യം, ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ബിസിനസ്, വാട്ടർ ട്രീറ്റ്മെന്റ് ഫീൽഡിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കൾക്കായാലും അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടെ ബിസിനസ് തുടങ്ങണം എന്നുള്ളവർക്ക് നമുക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാൻ പറ്റും. കറന്റ് ഇപ്പോൾ തൃശ്ശൂരും കണ്ണൂരാണ് ബ്രാഞ്ച് ഉള്ളത്. അതല്ലാതെ ബാക്കിയുള്ള ജില്ലകളിലേക്ക് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് താല്പര്യം ഉള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. വീട്ടിലൊരു വാട്ടർ പ്യൂരിഫയർ വെക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യാം? നമ്മൾ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബിൽ ചാനലും ഉണ്ട്. അതായത് കൂടുതൽ വാട്ടർ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകളെ കുറിച്ച് അങ്ങനെ സെലക്ട് ചെയ്യാൻ കുറിച്ചൊക്കെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്. ഫേസ്ബുക്കിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഫോൺ വഴിയോ വാട്സാപ്പ് വഴിയോ സോഷ്യൽ മീഡിയ വഴി കോൺടാക്ട് ചെയ്യാം. ഫിൽട്രേഷനുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും, ഇപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാൻ തന്നെയല്ല, സംശയം ചോദിക്കാനായാലും നിങ്ങൾക്ക് വാട്സാപ്പ് വഴി നിങ്ങളുടെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് അയച്ചു തന്നെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റും. ഹൈഡ്രോപ്രോ എന്ന് പറയുന്ന ബ്രാൻഡ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 5 വർഷത്തോളമായി. തൃശ്ശൂർ 5 വർഷത്തോളമായിട്ടുണ്ട്. നമ്മള് കണ്ണൂര് റീസെന്റ്ലിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ പിന്നെ നമ്മള് ഓട്ടോമാറ്റിക് സിസ്റ്റംസും ചെയ്യുന്നുണ്ട്. അതായത് വെസൽ ഫിൽറ്റർ തന്നെ, ബാക്ക് വാഷ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്. ഇപ്പോ വയസ്സായ വീട്ടിലൊക്കെ ആൾക്കാർ ആണെങ്കിൽ അവർക്ക് ഇത് ബാക്ക് വാഷ് ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ദിവസം ജോലിക്ക് പോണവര് ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ചെയ്യണതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ത്രൂ ഔട്ട് ഓൾ കേരള നമുക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റംസിന് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ചേട്ടാ, ഈ അവാർഡ് സംഭവങ്ങളൊക്കെ എന്താണ്? അത് നമുക്ക് 2019-21 സമയത്ത് PMUയുടെ ഒരു സ്കെയിലപ്പ്, അതായത് സ്റ്റാർട്ടപ്പുകൾക്കും ഈ സ്ഥാപനങ്ങൾ ബിസിനസ് നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നു. അത് കേരളത്തില് കുടുംബശ്രീ ആയിട്ട് ടൈപ്പിലാണ് അത് നടത്തിയത്. അപ്പൊ അതില് നമ്മുടെ സ്റ്റേറ്റില് നമുക്കൊരു 3ാമത്തെ സ്ഥാനം, നമുക്കൊരു 3ാമത്തെ സ്ഥാനം ഒരു സ്കെയിലപ്പ് എന്റർപ്രൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെയാണ് ഈ അവാർഡ്. അപ്പൊ ഈ വാട്ടേഴ്സ് കേരള എന്താ? വാട്ടേഴ്സ് കേരള എന്ന് പറഞ്ഞാലേ ഇപ്പൊ കേരളത്തില് തന്നെ ഇപ്പൊ ഞങ്ങളുടെ പോലെ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ വർക്കുകൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉള്ള, അതായത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുള്ള ഒരു അസോസിയേഷനാണ് വാട്ടേഴ്സ് കേരള. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നവരെ ഒരു അസോസിയേഷൻ. അപ്പൊ അതിലത്തെ മെമ്പർ കൂടിയാണ് നമ്മള്. അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് കേരളത്തില് ആരെയും ഇപ്പോ ഞങ്ങളെ ഡയറക്റ്റ് സർവീസ് കിട്ടിയില്ലെങ്കിലും ഈ വാട്ടേഴ്സ് കേരളയിലുള്ള
ആരെങ്കിലും നിങ്ങൾക്ക് സർവീസിന് വേണ്ടി സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഇതിലുള്ളവരൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വാട്ടർ ഫിൽട്ടർ യൂണിറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്, ആൾക്കാരുമായിരിക്കും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ഒക്കെ തന്നതിന് താങ്ക് യു സോ മച്ച്.